മർഹബൻ അഹ്ലൻ വസഹ്ലൻ ഇലാ ഖനാതി ജുസ്ഫിർ യാ അയ്യുഹത്തുല്ലാബ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കാത്തിരുന്ന് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് നമ്മുടെ അറബിക് എക്സാമും കഴിഞ്ഞിരിക്കുകയാണ്. CBSEയുടെ ഗ്രേഡ് 10 അറബിക് ബോർഡ് എക്സാം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ളത് ഇന്ന് നടന്ന CBSE ഗ്രേഡ് 10 അറബിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് പെട്ടെന്നൊന്ന് നമ്മുടെ ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അവലോകനം ചെയ്യാം. അതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, നേരെ പോകുന്നു. പെട്ടെന്നൊന്ന് നമ്മൾ കവർ ചെയ്ത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അവലോകനം ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? പെട്ടെന്ന് പോകാം. ഓക്കെ, അപ്പം സാധാരണത്തെ പോലെ ഫസ്റ്റ് പേജിൽ നമുക്കതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ നോട്ട് എന്നുള്ള ഭാഗം പ്രത്യേകം പിന്നെ ഇറ്റാലിക്സ് ആയിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത സാധാരണത്തെ പോലെ തന്നെ ഫസ്റ്റ് ആരംഭിക്കുന്ന സെക്ഷൻ എയില് റീഡിംഗ് സ്കില്ലാണ്. 3 അൺസീൻ പാസേജ് ഉണ്ട്. അതിൽ 3-ൽ 2 മാത്രമേ എഴുതേണ്ടതുള്ളൂ, നോർമൽ പോലെ തന്നെ. അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ പ്രത്യേകം വളരെ ഈസി ആയിട്ടുള്ള പാസേജസ് ആണ്. വളരെ ചെറിയ ഷോർട്ട് പാസേജസ് ആണ്. ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വേർഡുകളും ഉൾക്കൊള്ളുന്ന 3 പാസേജും ഒരേപോലെ വളരെ ഈസി ആയിരുന്നു. ഒന്നാമത്തെ പാസേജ് നോക്കാം നമുക്ക്. ദഖലൽ ഉസ്താദു ഫി സഫി എന്നൊക്കെ പറഞ്ഞ് വളരെ ഈസി ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സെന്റൻസുകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഞാൻ ഫുൾ വായിക്കുന്നില്ല, ജസ്റ്റ് എല്ലാ ആൻസേഴ്സിന്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദഖല ഡാഷ് ഫി സഫി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത്. ആ പാസേജിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയുള്ള വേർഡ് നോക്കിയ ദഖല അൽ ഉസ്താദു എന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൻസേഴ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് 3 പാസേജിന്റെയും ആൻസേഴ്സ് ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒബ്സർവേഷൻ സ്കില്ലാണ്. വേർഡ് നോക്കിയാൽ നേരെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയാണ്. അപ്പൊ ഇതിൽ ശരിക്കും ഒബ്സർവേഷൻ സ്കില്ലാണ് ഈ ഒരു ഭാഗത്ത് വേണ്ടത്. ഈ ഒരു 10 മാർക്ക് ആർക്കും മിസ്സാവാത്ത രീതിയിൽ കിട്ടാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് പാസേജ്, ഹാദാ വലതുൻ ഡാഷ് ഇസ്മുഹു നബീലുൻ എന്നൊക്കെ പറഞ്ഞാണ് ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത്. ഡയറക്റ്റ് നോക്കിയ സിമ്പിൾ ആയിട്ട് ആ പാസേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാദാ വലതുൻ സഗീറുൻ, സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻസേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡിസ്കഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെയാണ്. ഇനി സെക്ഷൻ പാസേജ് സിയിലെ ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഒരു പാസേജ് ആണ്. അപ്പൊ ആ പാസേജിൽ ഡൽഹി മദീനത്തുൻ ഡാഷ് ഹി ആസിമത്തുൽ ഹിന്ദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് ആണ്, ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതും നേരെ ഡയറക്റ്റ് ആയിട്ട് 3 പാസേജിന്റെയും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ളൊരു സെന്റൻസിന് ഈ ഒരു ക്വസ്റ്റ്യൻ ആയി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പ്രാവശ്യം ഗ്രാമാറ്റിക്കലിയോ വൊക്കാബുലറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യുക, പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് മിസ്സായ വേർഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, പിക്ക് ചെയ്ത് ഇവിടെ പിന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്യുക. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 10 മാർക്ക് എല്ലാവർക്കും കിട്ടണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും ഈസി ആയിരുന്നു, ഏതൊരാളും കിട്ടും. ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഒക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും ഈ 10 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതാരും മിസ്സാവാതെ തന്നെ ഈ മാർക്ക് 10 കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. സെക്ഷൻ ബി ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഇതിലുള്ള 3 ടോപ്പിക്ക് തരുമെന്ന് പറഞ്ഞിരുന്നു. 3 ടോപ്പിക്ക് തന്നിട്ടുണ്ട്. ഈ 3 ടോപ്പിക്കിൽ നമ്മൾ ഈ ടോപ്പിക്സിനൊക്കെ കുറച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ പേഴ്സൺ ആവാം, പ്ലേസ് ആവാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം. അതില് പ്ലേസ് വന്നിട്ടുണ്ട് മക്തു സ്കൂൾ ലൈബ്രറി, പേഴ്സൺ വന്നിട്ടുണ്ട് ദ ടീച്ചർ, പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ആണ്. മുമ്പ് താജ്മഹലിനെ കുറിച്ചും കുത്തുബ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ന പോലെ ഒരു ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് അല്ലെങ്കിൽ മൊനുമെന്റ്സിനെ കുറിച്ചൊക്കെയുള്ള സംഗതികൾ എഴുതാൻ പറ്റാവുന്ന രീതിയിലുള്ള സംഗതികളാണ്. എന്തായാലും നമുക്ക് ഈസി, ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഈ 3 കാറ്റഗറിയിൽ പെട്ടത് വന്നു കഴിഞ്ഞാൽ പേഴ്സൺ ഉണ്ടെങ്കിൽ പേഴ്സണെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇതിൽ അതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ പിന്നെ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് 3 ടോപ്പിക്സിന്. ആ ടോപ്പിക്സിനെ കാറ്റഗറൈസ് ചെയ്ത ശേഷം നമ്മൾ അതിന്റെ ഈസി ആയിട്ടുള്ള പാരഗ്രാഫ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഒരു പേഴ്സൺ സംഭവങ്ങളാണ്. കാരണം കുറഞ്ഞ എഡിറ്റിങ്ങേ വേണ്ടതുള്ളൂ. ഇതൊരു ഫോർമാറ്റ് ആണ് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഫോർമാറ്റിൽ ആക്ച്വലി ആ പേഴ്സന്റെ അവിടെ നമുക്ക് എന്താണ് ഉസ്താദിനെ കൊടുക്കാം. മൈ ടീച്ചറാണ് ആക്ച്വലി. അപ്പൊ ഹാദാ ഉസ്താദി ഉസ്താദുൽ ലുഗത്തിൽ അറബിയ വസ്മുഹ മുഹമ്മദ്, ഏതൊരാളായാലും മുഹമ്മദ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അതിന്റെ ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ടീച്ചർ ആയാലും ഫ്രണ്ട് ആയാലും ബ്രദർ ആയാലും ഒക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ഫോർമാറ്റ് ചെയ്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഈസിയാണ് ആക്ച്വലി. അപ്പൊ കൂടുതൽ ഡിസ്കഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കാം. ആ 4 മാർക്ക് നമുക്ക് കിട്ടണം. അടുത്തത്
ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഉപ്പായ്ക്കുള്ള ഫാദറിന് ഒരു കത്ത് അയക്കാന്ന് ആണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ സ്ട്രക്ചറും ഫോർമാറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എഴുതുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് ഓർ ക്വസ്റ്റ്യൻ പാരഗ്രാഫ് അല്ലെങ്കിൽ ഇത് എഴുതാന്നുള്ളൊരു ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിസ്കഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ആക്ച്വലി. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സെക്ഷൻ ബി തന്നെയുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് 2 സെന്റൻസ് വിത്ത് എനി 2 വേർഡ്സ് ഫ്രം ദി ഫോളോവിംഗ് എന്നായിരുന്നു. 4 വേർഡ് ഉണ്ട്, 4 വേർഡിൽ പെട്ട ഏതെങ്കിലും 2 എണ്ണം ഉപയോഗിച്ചിട്ടുള്ള ഒരു സെന്റൻസ് ഉണ്ടാക്കാനാണ്. വളരെ ഈസി ആയിട്ടുള്ള വേർഡ്, വളരെ ഫെമിലിയർ ആയിട്ടുള്ള, ഈസിനെസ് ആയിട്ടുള്ള, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേർഡുകളാണ്. കലം, ദ പെൻ, അൽ കിതാബ്, ദ ബുക്ക്, അൽ ഖുറാസ്, ദ നോട്ട് ബുക്ക്, അൽ മദ്രസ, ദ സ്കൂൾ. നമ്മൾ ഇതിനെയും കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊരു പക്ഷേ ഇത് ഒബ്ജക്റ്റ് ആയിരിക്കാം, പ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതില് 3 എണ്ണം ഒബ്ജക്റ്റ് ആണ്. കലം, കിതാബ്, ഖുറാസ് ഒക്കെ ഒബ്ജക്റ്റ് ആണ്. അൽ മദ്രസ ഒരു പ്ലേസ് ആണ്. പ്ലേസ് ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാറുണ്ട്, നമുക്ക് ദഹബ് ടു ഇലാ കൊടുത്താൽ മതി. പ്ലേസ് ആകുമ്പോൾ ദഹബ് ടു ഇലാ കൊടുത്താൽ മതി. ഓക്കെ. അതുപോലെ തന്നെ നോട്ട് ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് റഅയ്തു ഉഹിബ്ബു കൊടുത്താൽ ഒരു പക്ഷെ എന്താക്കാറുണ്ട്, നമുക്കത് ആൻസർ കിട്ടുമെന്ന് പറയാറുണ്ട്. റഅയ്തുൽ കലമ, ഉഹിബ്ബുൽ കലമ എന്നൊക്കെ ആക്കാം. ഉഹിബുൽ കിതാബ. അപ്പൊ അതൊക്കെ ഉഹിബു റായത്തൊക്കെ വെച്ച് സാധനം സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അൽ ഖുറാസത്ത് എന്നുള്ളത് നമുക്ക് ഒരു മൗജൂദ് ആക്കിയിട്ട് നോൺ സെന്റൻസ് ആക്കിയിട്ട് ക്രിയേറ്റ് ഒക്കെ ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. എല്ലാം ഒരേപോലെ ആവുന്ന ഡിഫറെന്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കിട്ടി എന്നുള്ളതാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ഫിൽ എനി 2 ഓഫ് ദി ഫോളോയിങ് ബ്ലാങ്ക്സ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 4 ക്വസ്റ്റ്യൻ ഉണ്ട്. 4 ക്വസ്റ്റ്യൻ ഇവിടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 പ്രോനൗൺ ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് വന്നിട്ടില്ല. പിന്നെ ഡിഫറെന്റ് ഗ്രാമാറ്റിക്കൽ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ട് ഇനി 2 ഫിൽ ചെയ്യാന്നുള്ളതാണ്. വളരെ ഈസിയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജമ്മു സാലിമിന്റെ ഭാഗത്താണ്. രണ്ടാമത്തെ മഫൂലിന്റെ ഇറാബ് ചോദിക്കുന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മുബ്തദയെ സംബന്ധിച്ചാണ്, മുബ്തദ ഖബറിനെ സംബന്ധിച്ചിടത്താണ്. 4 വേർബൽ സെന്റൻസിനെ കുറിച്ചാണ്. വളരെ ഈസി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കൂടുതൽ ഡിസ്കഷൻ ആവശ്യം വരുന്നേ ഇല്ല ആക്ച്വലി. ഓക്കെ. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ എന്താണെന്നുള്ളതും, ആൻസറാണ് റെഡ് മാർക്കിൽ സ്പെഷ്യലായി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ റീസൺ എന്താണ്, അങ്ങനെ അതാണ് ആ ആൻസറാണ് വരാൻ കാരണം എന്താണെന്നൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബേസിക് സംഗതികളായത് നോക്കുന്നവർക്ക് ഈ സംഗതി ഇവിടെ നോക്കിയാൽ മനസ്സിലാകാവുന്നേ. അതുകൊണ്ട് അങ്ങനെ കൊടുത്തു പോകുന്നു മാത്രം. ഇനി കറക്റ്റ് എനി 2 ഓഫ് ദി ഫോളോയിങ് സെന്റൻസ്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹുവ ബിൻതുൻ ജമീലത്തുൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹുവ എന്നത് പിന്നെ ശരിക്കും മെയിൽ വേർഡ് ആണ്. പക്ഷെ ബിൻതുൻ ജമീലത്തുൻ ഫെമിനിൻ ആണ്. അപ്പൊ ഫെമിനിൻ വേർഡിനോട് ഫിറ്റ് ആയിട്ടുള്ളത് ഹുവയ്ക്ക് പകരം ഹി ആണ്. നമ്മൾ ആൻസറിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും രണ്ടാമത്തത് ഇന്ന സൈദുൻ ഖായിമുൻ എന്ന കാണുന്നത്. ഇന്നയുടെ ശേഷം എപ്പോഴും നമുക്കറിയാം ഇസ്മുന്നയ്ക്ക് എപ്പോഴും ഫത്ഹ് വേണം. ഇന്ന സൈദൻ ഖായിമൻ എന്നാക്കണം ക്ലിയർ ആയിട്ട്. ഇനി അടുത്ത മൂന്നാമത്തത് ഹും ഔലാദുൻ സഗീറുൻ. ഹും പ്ലൂറലാണ്, പ്ലൂറൽ മസ്കുലിൻ. ഔലാദുൻ പ്ലൂറൽ മസ്കുലിൻ ആണ്. അപ്പൊ സഗീർ ആക്ച്വലി സിംഗുലർ വേർഡ് ഉപയോഗിക്കുന്നത്. പ്രീവിയസ് വേർഡിലൊക്കെ ഒത്തിരി തവണ വന്ന ചോദ്യങ്ങളാണ് സഗീറുൻ, സിഗാറുൻ, കബീറുൻ, കിബാർ എന്നൊക്കെ ഉള്ളത്. റിപ്പീറ്റ് ചെയ്ത വേർഡുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ പ്ലൂറലാക്കിയാൽ മതി, സഗീറിനെ സിഗാറാക്കുക. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഹുന്ന ത്വാലിബാത്തുൻ മുജ്തഹിദത്തുൻ. വളരെ ഈസി ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഹുന്ന നമുക്കറിയാം അത് ജമ്മുന്ന സാലിം പ്ലൂറലാണ്. അതിനു വേണ്ടിയുള്ള പ്രൊനൗൺ ആണ്. ഹുന്ന എന്നുള്ളത് പിന്നെ എന്താണ് പ്ലൂറൽ ഫെമിനിൻ ഉള്ളതാണ്. ത്വാലിബാത്തുൻ സൗണ്ട് മെസ്കുലിൻ ഫെമിനിൻ പ്ലൂറൽ ആണ്. അപ്പൊ അതുകൊണ്ട് അതിനുശേഷമുള്ള വേർഡ് അതിനോട് ചേർന്ന് വരുന്ന വേർഡും അത് തന്നെ ആവണം. പക്ഷെ ഇവിടെ വന്ന് സിംഗുലർ ആയിപ്പോയി. അപ്പൊ സിംഗുലർ ആയിട്ടുള്ള മുജ്തഹിദത്തുൻ എന്നതിന് പ്ലൂറൽ ആയി കൊടുത്താൽ മതി, മുജ്തഹിദാത്തുൻ ആയി കൊടുത്താൽ മതി. ആൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ പിന്നെ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്തലാണ് ഇപ്പുറത്തുള്ള കോളത്തിൽ ടേബിളിൽ നമ്മൾ റെഡ് മാർക്ക് ചെയ്ത് സ്പെഷ്യൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് ഇതിന്റെ റീസൺസും എന്തുകൊണ്ടെന്നുള്ളത് നമ്മൾ അപ്പുറത്തെ കോളത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് ഗ്രാമർ ആൻഡ് ട്രാൻസ്ലേഷൻ ആണ്. അൽ ജംഉ സാലിം എന്നുള്ളത് ഒരു പക്ഷെ മുൻ വർഷങ്ങളൊന്നും അങ്ങനെ വന്നിട്ടേ ഇല്ല. ഓക്കെ. ഒന്നുകിൽ ജമ്മു മുദക്കർ സാലിം അല്ലെങ്കിൽ ജമ്മു മുഅന്നസ് സാലിം സെപ്പറേറ്റ് കൊടുത്താണ് വരാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ജമ്മു സാലിം എന്നൊരു കോമൺ ആയിട്ട് കൊടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജമ്മുൽ മുക്കസർ, ജമ്മു തക്സീർ ഒക്കെ മുൻ വർഷം വന്നിട്ടുണ്ട്. അൽ മുബ്തദ വൽ ഖബർ അതൊരു പക്ഷെ മുൻ വർഷങ്ങളിൽ നമുക്ക് അങ്ങനെ അത് ശരിക്കും 10ലെ പിന്നെ എക്സ്പ്ലനേഷൻ ഭാഗത്ത് വരുന്ന സംഗതി അല്ലത്. 9th കഴിഞ്ഞു പോയതാണ്. അപ്പൊ മുബ്തദ ഖബറും വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യനിൽ വരുന്നതല്ല, അത് പക്ഷെ വന്നിട്ടുണ്ട്. ഓക്കെ. എന്തായാലും നമുക്ക് ഓരോന്നും ചോദിച്ചാൽ എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ജമ്മു സാലിം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ജമ്മു സാലിം എന്നുള്ള ഡെഫിനേഷൻ കൊടുക്കണം. സാലിം ഇസ് എ പ്ലൂറൽ ഫോം ഇൻ വിച്ച് ദ ഒറിജിനൽ വേർഡ്സ് ഡിസെൻഡ്. അപ്പൊ എന്താണ് പിന്നെ മാറ്റം വരാത്ത രീതിയിൽ വരുന്ന
ആഡ് ചെയ്തിട്ട് എൻഡിങ്ങിൽ എന്തെങ്കിലും ആഡിങ്സ് ചെയ്ത് വരുന്ന തരത്തിലുള്ള പ്ലൂറലാണ് മുസാലിം എന്നുള്ള കോമൺ കൊടുക്കുക. പിന്നെ 2 ടൈപ്സ് ജസ്റ്റ് പരിചയപ്പെടുത്തും, മുദക്കറും മുഅന്നസും പരിചയപ്പെടുത്തും. എന്നിട്ട് സൗണ്ട് മസ്കുലിൻ പ്ലൂറലിന്റെ ഫോംസുകൾ ഊന ഈനയാണ് ഒരു 1-2 എക്സാംസ് കൊടുക്കുക. സൗണ്ട് ഫെമിനിൻ പ്ലൂറലിന്റെ 2 ഫോംസ് ആത്തുൻ ആത്തി എന്നുള്ളതാണ്, അതിന്റെ എക്സാംസും കൊടുക്കുക. പാസ്, അത്രേ ഉള്ളൂ. അത് കൊടുത്താൽ അതിനുള്ള മാർക്ക് അവിടെ കിട്ടുമെന്നുള്ളതാണ്. ഇനി അടുത്ത നമുക്ക് ബ്രോക്കൺ പ്ലൂറലാണ്. എന്താണ് ബ്രോക്കൺ പ്ലൂറൽ എന്ന് ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ കൊടുക്കുക. പിന്നെ അതിന്റെ ഡിഫറെന്റ് പാറ്റേൺസ് ആണ്. അഫ്ആൽ പാറ്റേൺ കുറെ പാറ്റേൺസ് ഉണ്ട്, അത് കുറച്ച് പാറ്റേൺസ് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഓരോന്നും വെച്ചിട്ടുള്ള നമുക്ക് 1-2 എക്സാമ്പിൾസും കൊടുക്കാം. ഓക്കെ, അപ്പൊ അഫ്ആല്, ഫുഊല്, ഫുആല്, മഫായില് ഇതൊക്കെ വ്യത്യസ്തമായ പാറ്റേൺസ് ആണ് ബ്രോക്കൺ പ്ലൂറലിന്റെ. അപ്പൊ ഓരോ പാറ്റേൺസ് ഉള്ള എക്സാമ്പിൾസും കൊടുത്തപ്പോൾ നമുക്കത് ഫിറ്റായി. ഓക്കെ, അപ്പൊ ഇതാണ് ബ്രോക്കൺ പ്ലൂറലുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ അതൊക്കെ നമുക്ക് എഴുതി കൊടുത്താൽ മാർക്ക് കിട്ടാവുന്നേ ഉള്ളൂ. പിന്നെ അടുത്തത് മുബ്തദയും ഖബറാണ്. എന്താണ് മുബ്തദ, എന്താണ് ഖബർ? മുബ്തദ എന്ന് പറഞ്ഞാൽ അത് നോർമൽ സെന്റൻസിലുള്ള ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് എന്നും അത് നോർമൽ സെന്റൻസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് അത് മുബ്തദയാണ്, എപ്പോഴും റോഫ് ആയിരിക്കും, നോമിനേറ്റീവ് കേസ് പേരല്ല എങ്കിൽ എപ്പോഴും അല്ലുണ്ടാവും എന്നൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ എക്സാമ്പിൾ ഒന്ന് കൊടുക്കാം, അൽബൈത്ത്. അതേ ഉദാഹരണം തന്നെ ഖബർ പറയുമ്പോഴും വേണം കൊടുക്കാം, അല്ലെങ്കിൽ ഒറ്റ ഉദാഹരണം ഒന്നുമില്ല. പിന്നെ ഖബർ എന്താണെന്ന് ജസ്റ്റ് കൊടുക്കുക, പ്രെഡിക്കേറ്റ് ഓഫ് മുബ്തദയാണ്. പിന്നെ മുബ്തദ എന്താണെന്ന് ഇൻഫർമേഷൻ തരുന്ന സംഭവമാണ് ഖബർ എന്നുള്ളതും, അതും നോമിനേറ്റീവ് കേസ് ആയിരിക്കും. നിങ്ങൾ അതിന് കോമൺ റൂളുകളൊക്കെ കൊടുക്കാം. എപ്പോഴും അത് തൻവീനിലായിരിക്കും, തൻവീൻ തമ്മിലായിരിക്കും അതിൽ ഉണ്ടാവുക എന്നുള്ളതും. ഖബർ മുബ്തദയുമായി ബന്ധപ്പെട്ട എല്ലാ കേസിലും അതിനെ ഫോളോ ചെയ്യാറുണ്ട് എന്നുള്ളൊരു ബേസിക് റൂളൊക്കെ അതിൽ ചേർത്തെടുക്കാം. 5 മാർക്കോടെ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ്, 3 ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ചൂസ് എനി 5 കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദി ബ്രാക്കറ്റ്. എത്രയോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1, 2, 3, അപ്പം 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, 8 എണ്ണത്തിൽ നമുക്ക് ഏതെങ്കിലും 5 എണ്ണം. വളരെ ഈസിയാണ് ക്വസ്റ്റ്യൻസ്. അതിന്റെ ആൻസേഴ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ റീസൺ ഒക്കെ ഉൾപ്പെടുന്നത് നമുക്ക് തൊട്ടപ്പുറത്തെ സ്ലൈഡിലുണ്ട്, പോയി നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനില് ഡാഷ് ഖുറാസിൻ ജദീദ ഹാദിഹി ആയിരുന്നു. ഓക്കെ, ഹാദിഹിൽ മദ്റസത്തു ഡാഷ് കബീറത്തുൻ ഹൗലായിൽ ഔലാദു. വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ്, ഒന്നും ടഫ് വരുന്നില്ല. അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, അതൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. ടീച്ചർ റോട്ട് ഓൺ ദി ബോർഡ് എന്നൊക്കെയുള്ള വിഷയങ്ങളാണ്. വളരെ ഈസി ആയിട്ട് തന്നെ സാധനം ക്വസ്റ്റ്യൻസിന്റെ കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും വരുന്നില്ല ആക്ച്വലി. ഓക്കെ, ആൻസേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റീസൺ കൊടുത്തിട്ടുണ്ട്, അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ട്രാൻസ്ലേറ്റ് എനി 5 ഓഫ് ദി ഫോളോവിങ് സെന്റൻസ്. വളരെ വളരെ ഈസി ആയിട്ടുള്ള വേർഡുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു പക്ഷേ പല കുട്ടികൾക്കും കൺഫ്യൂഷൻ, എക്സാം കഴിഞ്ഞപ്പോൾ പല കുട്ടികളും ഈ ഹസീലിന്റെ വേർഡ് എന്താ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഈ വേർഡ് റിപ്പീറ്റഡ് ആണ്, റിപ്പീറ്റ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് പിന്നെ അൺഫെമിലിയർ ആവുന്നില്ല, അത് വരുമെന്നല്ല തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ വേർഡുകളും നമുക്ക് എന്ത് തന്നെയാണ് വന്നിട്ട് മിർസമാണ് ഒരു പക്ഷെ പലർക്കും കൺഫ്യൂഷൻ വരും. മിർസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർട്ട് റൂമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയിങ് റൂം എന്നൊക്കെ ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പൊ അതിനൊക്കെ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, ആലത്തായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട് പ്ലേസ് ഒക്കെ ആയിട്ടൊക്കെ ഉള്ള സാധനങ്ങളാണ് മിർസം. ഓക്കെ, അതായത് നമുക്ക് പിന്നെ ബാക്കിയുള്ളതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള പിന്നെ വേർഡുകളും സെന്റൻസുകളൊക്കെയാണ്, ഒന്നും കൺഫ്യൂഷൻ ആവല്ല. മീനിങ് അപ്പുറം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹാദിഹിൽ മദ്റസത്തു കബീറത്തുൻ, ദിസ് സ്കൂൾ ഈസ് ബിഗ്, ഹുവ മുഅല്ലിമുൻ, ഹി ഈസ് എ ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് വളരെ ഈസി ആയിട്ടുള്ള സെന്റൻസ്, ഒന്നും കൺഫ്യൂഷൻ ആവാനല്ല, വളരെ ഈസി ആയിട്ടുള്ള സിംപ്ലിസ്റ്റ് ആയിട്ടുള്ള വേർഡുകളും സെന്റൻസുകളൊക്കെ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് 5 മാർക്ക് എന്തായാലും ഇവിടെ നമുക്ക് ആരും മിസ്സാവാത്തതിന് കിട്ടുമെന്ന് മനസ്സിലാക്കാം. കൈഫ ഹാരഫ് എന്നൊക്കെയുള്ള വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ട്രാൻസ്ലേറ്റ് എനി 5 ഓഫ് ദി ഫോളോയിങ് ഇൻ ടു അറബിക് ആണ്. 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ എല്ലാം വളരെ ഈസി ആയിരുന്നു, ഒന്നും നമുക്കറിയാത്ത വേർഡുകളൊന്നും ഇല്ല. ഒരു പക്ഷെ ഇന്റലിജന്റ് ഒക്കെ ഒരു പക്ഷെ കുട്ടികൾക്ക് സംശയം വന്നേക്കാം, എന്നാൽ പലരും ഇന്റലിജന്റ് വേർഡ് എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അംബ്രഫീൽ കഴിഞ്ഞ തവണ ഒരുപാട് ചോദിച്ച ചോദ്യമായിരുന്നു. അത് ഇത്തവണയും അംബ്രഫീലിന്റെ ഭാഗത്തുനിന്ന് ഒറ്റ ക്വസ്റ്റ്യൻ വന്ന് കാണുന്നുണ്ട്. അപ്പം ലമീർ എല്ലാത്തിലും വരുന്നുണ്ട് കേട്ടോ, ലമീറുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ എല്ലാത്തിലും കാണുന്നുണ്ട്. ഓക്കെ, അതിന്റെ ആൻസേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ഹാദാ വലദുൻ സ്വാലിഹ്, ദിസ് ഈസ് എ ഗുഡ് ബോയ്. മാ ഹാദാ, വാട്ട് ഈസ് ദിസ്, ഹാദാ മുസ്തസ്ഫ, ദിസ് ഈസ് എ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ അതിന്റെ ട്രാൻസ്ലേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വളരെ ഈസി ആയിരുന്നു. ആണ് ഇന്റലിജന്റ് ഉപയോഗിക്കുന്നത്. ഇഖ്റ ഹാദൽ കിതാബാണ്, റീഡ് ദ ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കൺഫ്യൂഷൻ വരുന്നില്ല, വളരെ ഈസി ആയിട്ടുള്ള സെന്റൻസ് ആയിരുന്നു. കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല, ലെങ്ത് സെന്റൻസുകളൊന്നുമില്ല.
അടുത്തത് പിന്നെ സെക്ഷൻ ഡിയിലേക്കാണ് പോണത്. പ്രോസ് ആണ് സാധാരണ വരുന്ന പോലെ നമുക്ക് 3 പാസേജ് ഉണ്ടാകും. ഞാൻ മുമ്പ് ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് പറഞ്ഞായിരുന്നു, നമുക്ക് ഇത്തവണത്തെ പാസേജ് ക്വസ്റ്റ്യനിൽ നമുക്ക് 3-ൽ 2 നമുക്ക് ആക്ച്വലി ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 1 to 10 വരെയുള്ള നിന്നും 2 ചാപ്റ്റർ വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും എന്ന് പറഞ്ഞിരുന്നു. അതന്നെ സ്പെഷ്യലി 1 or 2 1-ന് എന്തായാലും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ നമ്മളൊരു ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ആണ്. ആ പ്രഡിക്ഷൻ പോലെ തന്നെ നമുക്ക് ഒന്നാമത് ചാപ്റ്ററിന് എന്തായിട്ടുണ്ട്, ഒരു ഭാഗം വന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേയൊന്നുമില്ല, കുറേ സെന്റൻസുകളില്ല. 4 ലൈൻസിൽ ഉൾപ്പെടുന്ന 4 ലൈൻസിലായിട്ട് തീരുന്നുണ്ട്, കുറഞ്ഞ സെന്റൻസുകളെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറഞ്ഞ എഴുതിയിട്ട് 5 മാർക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ പാസേജ് ഒക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ആൻസേഴ്സും അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് എടുത്തിട്ടുള്ളതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. കൂടുതൽ അതിനെ വായിച്ച് അർത്ഥം വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇനി രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് രണ്ടാമത്തെ പാസേജ് ഏതിൽ നിന്നാണ് മനസ്സിലായിട്ടുണ്ടാവും. അതൊക്കെ ശരിക്കും ഫസ്റ്റ് ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ എടുത്തുള്ളത് ചാപ്റ്റർ 3 എന്നാണ്. മദ്രസ സ്കൂൾ ഫൗണ്ടേഷൻ ഡേ എന്ന് പറയുന്ന പാഠത്തിന്റെ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഭാഗം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് അതും ശരിക്കും 3 ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് 10 തന്നെയാണ് വന്നിട്ടുള്ളത്. ശങ്കർവാശ്യം ഫിഖാത്തിൽ ഇംതിഹാൻ എന്നുള്ള പാഠത്തിലെ ആ സ്റ്റാർട്ടിങ് ഭാഗത്തിലുള്ള സെന്റൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ ഭാഗം 33 ലൈൻസ് ഒക്കെ, സാധാരണ 6-7 ലൈനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യത്തെ ആളുകൾ എന്തോ ബൈ ലക്ക് തന്നെയാണ് നമുക്ക് കുറഞ്ഞ എഴുതേണ്ട ആവശ്യം വരുന്നുള്ളൂ, കുറെ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അത് ഫിഖാത്തിൽ ഇംതിഹാൻ എന്ന പാഠത്തിലെ ഫസ്റ്റ് ഭാഗം തന്നെയാണ്. ഈസി ആയിട്ട് ഇതിലെ 10 മാർക്ക് ഷുവർ ആയിട്ടും ഏതൊരാൾക്കും വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പിന്നെ ഈ ശങ്കർ വശാങ് എന്ന് പറയുന്ന പിന്നെ ഫിഖാത്തിൽ ഇംതിഹാൻ ബേസ് ചെയ്തിട്ടുള്ള ജീം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസിയാണ്, കോംപ്ലിക്കേറ്റഡ് ഒന്നും ആവാനില്ല, കൺഫ്യൂഷൻ ഒന്നും ആക്കുന്നില്ല. ഈസി ആയിട്ട് അതിനെ ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ എന്തായാലും ആൻസേഴ്സ് തൊട്ടപ്പുറം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ പിന്നെ ഇത് പറയാറുണ്ട്, നമ്മളതിന്റെ ക്വസ്റ്റ്യൻ വേർഡും ക്വസ്റ്റ്യൻ സിമ്പിളും മാറ്റി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആൻസർ ലാസ്റ്റിലായിരിക്കും ഓൾമോസ്റ്റിൽ ഉണ്ടാവുക, കൊടുത്താൽ നമുക്ക് ആൻസർ ആകുമെന്ന് പറഞ്ഞാൽ അതേ ടിപ്പിക്കൽ സൈസിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ അപ്പുറം കൊടുത്തിട്ടുണ്ട്, ആൻസർ അപ്പുറം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഇതിലെ ക്വസ്റ്റ്യൻ. 4 ചെയ്യേണ്ടുള്ളൂ. 2 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സെന്റൻസ് ആക്കിയിട്ട് എഴുതാം. നിങ്ങൾ ആൻസർ മാത്രമേ എഴുതണുള്ളൂ എങ്കിൽ അത് ഫുൾ മാർക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറിന്റെ പ്രത്യേകത. ഓക്കെ, 8 മാർക്കാണ് അവിടെ വരുന്നത്. ഈ 8 മാർക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് നേടാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ അടുത്തത് നമുക്ക് ഇതാണ് എനി ഫോർ, കുറച്ച് ഗ്രാമാറ്റിക്കലി ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. അതില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്, അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി കേസുകളെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈത്തൽ അബ്ദ ഷാക്കിർ എന്ന ക്വസ്റ്റ്യനിൽ അബ്ദ എന്നുള്ളത് എന്താണ്? ലൈത്ത നമ്മൾ പഠിച്ചാണ്, ഇന്ന കാന, ഇന്ന അന്ന കാന ലൈത്ത ലാല, ഇന്നയുടെ ഒരു സിസ്റ്റർ ആണ് ലൈത്ത. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെന്താണ്, ഇസ്മുലൈത്ത മൻസൂബാണ്. കൺഫ്യൂഷനിലെല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആൻസറും അതിന്റെ റീസൺ എന്താന്നുള്ളത്. ഇനി അടുത്തത് ഹാദിഹിൽ കുത്തുബു ജദീദത്തുൻ. ഇതിൽ ഹാദിഹി എന്നുള്ളത് എന്താണ്? അതെന്താണ്? ഇസ്മുൽ ഇഷാറയാണ്. ഇസ്മുൽ ഇഷാറ ഖരീബാണോ വൈദാണോ എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ഇത് എന്ത് ടൈപ്പ് വേർഡ് ആണെന്ന് ചോദിച്ചു, വളരെ ഈസിയാണ്, ഇസ്മുൽ ഇഷാറയാണത്. ഓക്കെ, അടുത്തത് ഖലഖ അല്ലാഹു, വളരെ ഈസി സിമ്പിളസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബേസിക് ക്വസ്റ്റ്യൻ ആണ്, ബേസിക് സെന്റൻസ് ആണ്. അത് എന്താണ്? മഫ്ഊൽ ബിഹി ആണ്, നോ വെർബൽ സെന്റൻസ് ആണ്. വെർബൽ സെന്റൻസ് തേർഡ് പിന്നെ തേർഡ് പൊസിഷൻ ആണ്. അതെന്താണ്? തേർഡ് വേർഡ് ആണത്, മഫ്ഊലിനാണ്. കൺഫ്യൂഷൻ ആവുന്നില്ല. അടുത്തത് അൻതും മൗലാദുൻ സ്വാലിഹുൻ എന്നുള്ളതിൽ അൻതും, ഈ അൻതും എന്നുള്ള ലമീർ എന്ത് ലമീറാണ്? മുത്തസിലാണോ മുൻഫസിലാണോ? അതന്നെ അത് മർഫു ആണോ മദ്റൂറാണോ മൻസൂബാണോ? ഈസിയാണ്. മുൻഫസിൽ ലമീറൊക്കെ നമുക്കറിയാം, അത് മർഫു ആയിട്ട് വരുള്ളൂ, മുബ്തദയുടെ സ്ഥാനത്ത് വരുള്ളൂ എന്നുള്ളത്. ഒന്നും ആലോചിക്കാനുള്ള ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഹാദാനി റജുലാനി കവിയാനി. റജുൽ എന്നുള്ളതിന് ഡുവൽ ഫോം ആണ് റജുലാനി എന്നുള്ളത്. റജുലാനി ഉണ്ട്, റജുലാനി ഉണ്ട്. ആനി എപ്പോഴും അത് മുസന്നയാണെന്ന് നമുക്കറിയാം, അത് എപ്പോഴും റഫിന്റെ പൊസിഷനിലാണ് വരിക എന്നുള്ളത് നമുക്കറിയാം. റജുലൈനി ആകുമ്പോഴാണ് മദ്റൂർ മൻസൂബൊക്കെ ആവുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്കത് കിട്ടാവുന്നേ ഉള്ളൂ. ഇനി അടുത്തത് ഇവിടെ ഒരു പക്ഷെ ചെറിയൊരു പിന്നെ ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. ആക്ച്വലി ശരിക്കും കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു സംഭവം എങ്ങനെയെന്ന് വെച്ചാൽ 6 ലൈൻസ് വന്നിട്ട് ഏതെങ്കിലും 4 ലൈൻസ് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള 1 2 3 4 5 6 ലൈൻ ഉണ്ട്, പക്ഷെ 5 ലൈൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പൊ അതുകൊണ്ട് പല കുട്ടികളും എക്സാം കഴിഞ്ഞ് വന്ന സമയത്ത് സാറേ ഞങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ട് 4 ലൈൻ എഴുതിയിട്ടുള്ളൂ എന്ന് പല കുട്ടികളും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു പ്രശ്നമാണ്. അങ്ങനെ അതൊക്കെ കട്ട് ഓഫ് A1 ഒക്കെ വരുന്ന സമയത്ത് കുട്ടികളെ കട്ട് ഓഫ് കുറക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അത്, കട്ട് ഓഫ് അല്ല A1 കുറക്കാനൊക്കെയാണ് സംഗതി ഇത് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പക്ഷെ പല കുട്ടികൾക്കും ഈ ഒരു ഭാഗത്ത് മാർക്ക് മിസ്സാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവർക്കെല്ലാം അറിയാം, 5 6 ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുന്ന ഒരു അക്ഷരം ഇനി 4 കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് സാധാരണ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പറഞ്ഞു വെക്കുന്ന സംഗതി അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ എഴുതിയത് കൊണ്ട് അവർ പക്ഷെ ഒരു ലൈൻ മിസ്സായിട്ടുണ്ട്. അപ്പൊ അതിന് മാർക്കൊക്കെ ഒരു പക്ഷെ മിസ്സാവാനൊക്കെ ചാൻസ് കാണുന്നുണ്ട്. എന്നാലും കുറെ ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് നോക്കണം. CBSE പാറ്റേണിൽ തന്നിട്ട് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട് എങ്കിലും എന്തെങ്കിലുമൊക്കെ ടിസ്റ്റ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം വന്ന ടിസ്റ്റ് ഇവിടെയായിരുന്നു എന്ന് മാത്രം. എനിവേ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അപ്പൊ അതിന്റെ വന്നാൽ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ദീസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം പോയം എഴുതണം, പോയറ്റ് ശുക്രിയാണ് എഴുതണം, എന്താണ് പോയറ്റ് മെയിൻ തീം എഴുതണം, പിന്നെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ ആ ലൈൻ എടുത്ത് എഴുതണം, പിന്നെ 1 by 1 ആയിട്ട് ട്രാൻസ്ലേഷൻ എക്സ്പ്ലനേഷൻ അങ്ങനെ ഓരോ ലൈൻസ് എടുത്ത് പോകാന്നുള്ളതാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. അത് എഴുതുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇനി അടുത്ത് നമുക്ക് പിന്നെ വളരെ ഈസിയാണ്. 3 പാസേജ് തന്നിട്ടുണ്ട്, ഉസ്ഫുൽ ജന എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, സെൻട്രൽ ഐഡിയയിലും വന്നിട്ടുണ്ട്. വസ്ഫുൽ കലം ഒഴിച്ചുള്ള ബാക്കി 3 ചാപ്റ്ററും വന്നു എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പ്രൊഡിക്ഷനിൽ ആക്ച്വലി വസ്ഫുൽ കലം ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ മുൻ സംഭവം അത് ആ ട്വിസ്റ്റ് ഫുൾ മാറി വന്നിട്ടില്ല. പക്ഷെ പാരഗ്രാഫ് മേക്കിങ്ങിൽ ആ സംഗതികൾ ഏറെക്കുറെ പാരഗ്രാഫ് മേക്കിംഗ് അല്ല, ട്രാൻസ്ലേഷൻ പാസേജിൽ നമ്മൾ പ്രൊഡിക്ട് ചെയ്ത പോലെ തന്നെ വരാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. എനിവേ നമുക്ക് സെൻട്രൽ ഐഡിയ ചോദിച്ചാൽ നമുക്ക് സാധാരണ പറയാവുന്നത് പോലെ എന്താണ് പോയം, ആ പോയം എടുത്തെഴുതുന്നു, പോയറ്റ് പിന്നെ എന്താണ് പോയം എന്ത് മുന്നോട്ട് വെക്കുന്നു, പോയറ്റ് എന്ന് പറഞ്ഞു നിൽക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പറയലോടുകൂടെ നമുക്കവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ CBSEയുടെ ഗ്രേഡ് 10 അറബിക്കിന്റെ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. ആകത്തുക നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ കുറെ വർഷങ്ങളെ ബേസിച്ച് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നതിന് പറയാം. കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഇല്ല. വളരെ ഈസി ആയിട്ടുള്ള വേർഡുകളും സെന്റൻസുകളൊക്കെ തന്നെയായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപക്ഷെ ട്വിസ്റ്റ് വന്നത് ഞാൻ പറയുന്ന പോലെ പോയം എക്സ്പ്ലനേഷൻ ചെയ്യുന്ന സമയത്ത് പല കുട്ടികളും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇനി 4 എഴുതി ശീലിച്ചു അങ്ങനെ വന്നവർക്ക് അത് അതേ ഒരു ഓർമ്മയിൽ ക്വസ്റ്റ്യൻ നോക്കാതെ ഇനി 5 ഉണ്ട് എന്നുള്ളത് നോക്കാതെ ഇനി 4 തന്നെ എഴുതി പോയ കുറെ കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു പക്ഷേ അവസാന സമയത്ത് അതിന് മാർക്ക് എന്താവുമെന്ന് അറിയില്ല. എന്നാൽ പോലും ആ ഒരു പ്രയാസം മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നോക്കുമ്പോൾ ടോട്ടൽ അടിപൊളിയായിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും നല്ല റിസൾട്ടും നല്ല മാർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ സ്റ്റുഡൻസ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.